2022 വേഗണർ VXi 32,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, 1 ലിറ്റർ ആണ്. 65,000 മാത്രം ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സീറ്റ ബലെനോ, പുഷ് ബട്ടണും അലോയ് വീൽസും എല്ലാം വരും. ആൽഫയിലേക്ക് പോകുമ്പോൾ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല, ആ ഒരു മാറ്റമേ ഉള്ളൂ കാര്യമായിട്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? അതെ, ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഓണും കിട്ടും. എത്ര ചോദ്യം? എത്ര പറഞ്ഞത്? 2015 ZXi പ്ലസ് 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു പെട്രോൾ മാനുവൽ സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് മാർവൽ മോട്ടോഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും കണ്ണൂർ കൂത്തുപറമ്പിനടുത്താണ് ലൊക്കേഷൻ വരുന്നത്. കറക്റ്റ് എവിടെയായിരുന്നു? ഇത് കായലോട്, നമ്മുടെ കൂടെ കണ്ണൂർ കൂത്തുറമ്പ് റോഡിന്ന് കൂത്തുറമ്പ് ഒരു 5 കിലോമീറ്റർ, കണ്ണൂർ ചാലക്കുന്ന് ഒരു 7 കിലോമീറ്റർ. അങ്ങനത്തെ ഒരു സെൻട്രൽ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ബിജിലാണ് നമ്മുടെ കൂടെ. ഇതിലെ ഇന്നത്തെ സ്റ്റോക്ക് എന്താണ്? നല്ല റെഡ് കുറേ വണ്ടികളുണ്ടല്ലോ. റെഡും ഉണ്ട്, കുറേ വൈറ്റും ഉണ്ട്. റെഡും വൈറ്റുമാണ് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ അല്ലേ? ഓക്കെ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. അതിൽ തന്നെ ചെറുതും വലുതും എല്ലാ സെഗ്മെന്റും ഉണ്ട്. MG ആണെന്ന് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും വലിയ വാഹനം ഇവിടുത്തെ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരൊക്കെ എന്താ വെച്ചാൽ എല്ലാവരും ഇവാലുവേറ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്ത് അല്ലേ കയറി വന്നവരാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് തന്നെ. അപ്പോൾ നിങ്ങൾ അതേ രീതി തന്നെ ചെക്ക് ചെയ്തെടുക്കുന്നത്, അത്രയും ചെക്ക് പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് തന്നെയല്ലേ ഫുൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും വണ്ടിയിൽ ഉറപ്പിക്കുക. എന്താണോ കണ്ടീഷൻ ആ ആസിറ്റീസ് കണ്ടീഷൻ പറഞ്ഞ് തന്നെ കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഓരോ വണ്ടിയായിട്ട് നമുക്ക് കാണാം. മാക്സിമം ഫുൾ ഓൺ വണ്ടിയൊക്കെ ഉണ്ടോ? ഫുൾ ഓൺ വണ്ടിയുണ്ട്, പിന്നെ കുറച്ച് പഴയ വണ്ടിയുണ്ട്, എല്ലാ ടൈപ്പിലുള്ള വണ്ടികളും ഉണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 5-6 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ഏതാണല്ലേ? കുറഞ്ഞ ഒരു 1 lakh ആ ഒരു ബഡ്ജറ്റിൽ. ഈ യുവക്ക് എന്താ പാട്? ഇതൊക്കെ ഒരു 40 രൂപ 38 രൂപ ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഷെവർലെ യുവൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടുനോക്കാം. ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്നതൊക്കെ മാരുതി 800 എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 രൂപ 25 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വലിയൊരു വണ്ടി സാധനങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി 38 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ സെഗ്മെന്റും ഉണ്ട്. എന്നാലും വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഒരു കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഗണറാണ്. ഇതെങ്ങനെ ഇത് 2022 വേഗണർ VXi 32,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, 1 ലിറ്റർ ആണ്. 1 ലിറ്റർ VXi മാനുവൽ. മൈലേജ് കിട്ടും ഒരു 17-18 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഏത് ഡോറാ? ബാക്ക് സൈഡ് ഡോർ, റൈറ്റ് ബാക്ക് അല്ല, റൈറ്റ്. ഗ്ലാസ് മാറിയോ? ഇല്ല, ഗ്ലാസ് മാറിയില്ല. ഡോറ് മാത്രമാണ് മാറിയത്. അപ്പോൾ ചെറിയ എന്തൊക്കെ സ്ക്രാച്ചിൽ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തായിരിക്കും. എനിക്ക് പേഴ്സണൽ അറിയുന്ന ആളെ വണ്ടിയാണ്. ശരി. 22 മോഡൽ VXi 1 ലിറ്റർ വരുന്ന വാഹനമാണ്, മാനുവൽ. എത്രയാണ് ചോദ്യം? എത്രയാണ് ഇത്? 4,85,000 ചോദിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് 4,80,000 കൊടുക്കാം. 4,80,000 രൂപയ്ക്ക് 2022 VXi വാഗണർ 1 ലിറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 4-4 വരെ ഫുൾ ഓൺ കിട്ടും. ഫുൾ ലോൺ വണ്ടിക്ക് കിട്ടും, പക്ഷേ നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്യും. കറക്റ്റ്, അത്രേ ഉള്ളൂ. അടുത്തത് ഒരു സ്വിഫ്റ്റ് ഡിസയർ. ഇതും കണ്ണൂർ വണ്ടിനെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡിസയർ VXi. ഓക്കെ, 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഒന്നുമില്ല. 60,000 അല്ലേ? VXi ആണ്, 2018 വണ്ടി. ഇതിന് ശേഷം പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് മാറി, അടുത്ത ഷേപ്പ് മാറി. ഓക്കെ, അപ്പോൾ ഇത് 4 സിലിണ്ടർ വരുന്ന വണ്ടിയാണ്. 1.2 എഞ്ചിനാണ്. 1.2 4 സിലിണ്ടർ. പിന്നെ ഓട്ടോ ഒക്കെ പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? കിലോമീറ്റർ സർവീസ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്, ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത 2018 VXi സ്വിഫ്റ്റ് ഡിസയർ ആണ്. 18-19 റേഞ്ചൊക്കെ മൈലേജും കിട്ടും. പിന്നെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഡിക്കി സ്പേസ് ഉള്ളൊരു വണ്ടി അല്ലേ? അങ്ങനത്തെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. എത്രയായിട്ട് ചോദ്യം? എത്ര ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ്? 4,95,000. 4,95,000. 18 മോഡലാണ് VXi. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോ. മിഡിൽ ഓപ്ഷനാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ? ലോൺ എത്ര കിട്ടും? ലോൺ 4 രൂപ ലോൺ ചെയ്യാൻ പറ്റും. അത്രേ കിട്ടും അല്ലേ? അടുത്തത് ഒരു SUV സെഗ്മെന്റ് ആണ്. നിസാന്റെ കിക്സ് ആണ്. KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ, തിരുവനന്തപുരം ജില്ലയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് നിസാൻ കിക്സ് XL എന്നുള്ള വേരിയന്റ് ആണ്. മിഡ് ഓപ്ഷൻ ആണ് വരിക. ഓക്കെ, ഡീസലല്ലേ? പെട്രോളാ? ഓക്കെ, 110 ആണ് അല്ലേ പെട്രോള്? അതെ. ഓക്കെ, ഓട്ടം 37,000 കിലോമീറ്റർ ഓടിക്കും. ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു SUV ആണ്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മൈലേജ് ഒക്കെ കുറവായിരിക്കും. ഒരു 12-13 ഒക്കെ കണ്ടാൽ മതി അല്ലേ? I20 ഒരു മൈലേജ് കിട്ടില്ല. മൈലേജ് അതിനേക്കാൾ ഹൈറ്റിലും നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ നിസാന്റെ വണ്ടിയാണ്.
ഓക്കെ. ലോ കിലോമീറ്റർ അല്ല? ലോ കിലോമീറ്റർ. ഓക്കെ. പ്രോപ്പർ സർവീസ് ഉണ്ട്? അതെ, ഡസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ വലിയ വണ്ടിയാണ്. വലിയ വണ്ടിയാണ്. അതിന്റെ മേലെ വരുന്ന കാറ്റഗറിയാണ് ഡസ്റ്റർ, ടെറാനോ, അതിന്റെ ഒക്കെ മേലെ വരുന്ന കാറ്റഗറിയാണ്. ഓക്കെ. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്രയും പൈസ വ്യത്യാസമുണ്ട് രണ്ടു തമ്മിൽ അല്ലേ? ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. 30 സംതിങ് ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, ഓടിക്കാനൊക്കെ അടിപൊളി വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,40,000. നമുക്ക് ഫുൾ ലോണും ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ കിട്ടും. 5,40,000 നിങ്ങൾക്ക് കൊണ്ടുപോയി നിസാൻ കിക്സ്. നിങ്ങളൊക്കെ ഒരു I20 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മോഡലിൽ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, തീർച്ചയായും I20 വിലയാണ്. അതെ, അത്രേ വിലയുള്ളൂ. അതേ പറഞ്ഞാൽ അതിന് അത്ര തന്നെ മൈലേജും കിട്ടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ സ്പേസും ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ മൈലേജ് വലിയ നിർബന്ധമില്ലാത്ത ആൾക്കാർക്ക് നല്ല വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 മൈലേജ് ഓക്കെ ആണെന്നുള്ള കസ്റ്റമേഴ്സിന് നല്ല പെർഫോമൻസ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടി. പിന്നെ വേണം CNG ചെയ്യാം. അതെ. പിന്നെ പാർട്സ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗും ചെറിയൊരു ഹാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പം ക്ലിയർ ചെയ്താണ്. മോട്ടർ മാറ്റി. അപ്പോൾ പാർട്സ് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഫുൾ ലോൺ കിട്ടുമല്ലേ? ഫുൾ ലോൺ ചെയ്യാം. അടുത്തത് മാരുതി സുസുക്കി ഇഗ്നിസ്. ഇതും കണ്ണൂർ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷനാണ്. അതെ. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുമല്ലേ? മിറർ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ. ഡെൽറ്റയാണ് സെക്കൻഡ് ഓപ്ഷൻ. ഓൾമോസ്റ്റ് ബേസിക് വേണ്ട നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓട്ടോ എത്ര പോയി? 62,000 കിലോമീറ്റർ. 62,000 പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാ? MT അല്ല വരുന്നത്? ഓക്കെ. MT ഗിയർ ബോക്സ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഒക്കെ സെയിം മൈലേജ് തന്നെ ഏകദേശം? അതിനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടും. കിട്ടോ? സ്വിഫ്റ്റിനേക്കാളും കിട്ടും. അതിനേക്കാളും കുറച്ചും കൂടെ ഓടിക്കാൻ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ കംഫർട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതെന്ന് വെച്ചാൽ നെക്സ സീരീസിൽ വരുന്ന വണ്ടിയാണ്. പക്ഷേ സ്വിഫ്റ്റിനേക്കാൾ വില കുറവാന്ന് തോന്നുന്നു അല്ലേ? വില കുറവാണ്. ഓക്കെ. പക്ഷേ നെക്സ സീരീസിലാണ്, ഒരു പ്രീമിയം കാറ്റഗറി പെടുന്ന വാഹനമാണ്. ഓക്കെ. ഇപ്പോൾ ഇഗ്നിസ് ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തി. നിർത്തി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്ന കസ്റ്റമേഴ്സിനോട് പറയും, ഇപ്പോൾ ഇഗ്നിസ് പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അത് ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും സ്റ്റോക്ക് തീർന്നു നിൽക്കുന്നോ? ഓക്കെ. ഇഗ്നിസ് വെച്ചാൽ അത്യാവശ്യം ഒരു സ്പോർട്ട് മോഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. റിഡ്സ് ഒക്കെ ഓടിച്ച് നടന്നവർക്ക് അല്ലേ? അതിന് പകരം അത് നിർത്തിയിട്ട് ഇറക്കിയ വണ്ടിയാണ്. ഈ ഒരു ചെറിയ വണ്ടിയിൽ 1.2 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നല്ല പെർഫോമൻസ് ആണ്. നല്ല മൈലേജ് കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ എടുത്ത് പോകാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എത്രയാണ് ചോദ്യം? എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 480. 18 പറഞ്ഞേ? 18 ഡെൽറ്റയാണ് ഓട്ടോമാറ്റിക്. 4,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും. വലിയ ഓട്ടോമോബൈൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഫുൾ ഹിസ്റ്ററി കിട്ടും. പല ബ്രാൻഡുകളും ഒരു കാലത്ത് പരീക്ഷിച്ചൊരു സെഗ്മെന്റാണ് ഒരു വണ്ടിയുടെ തന്നെ ക്രോസ് ഓവർ സെഗ്മെന്റ് ഇറക്കാന്നുള്ളത് അല്ലേ? അതിപ്പോൾ പോളോ ആയാലും I20 എറ്റിയോസ് ആയാലും ഇതിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ടൊയോട്ട ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹ്യുണ്ടായി I20ക്ക് പകരം ഇറക്കിയൊരു സെഗ്മെന്റാണിത്. I20 ആക്റ്റീവ് ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് അല്ല. എല്ലാ മാനുഫാക്ചേഴ്സും അവർ ഏറ്റവും നല്ലോണം മൂവിങ് ഉള്ള ഒരു വെഹിക്കിളിന് ആ ഒരു സമയത്ത് ക്രോസ് വണ്ടികൾ ഇറക്കി പരീക്ഷയുണ്ട് അല്ലേ? കാരണം ഒരുവിധ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഒക്കെ SUV-യിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. ഡസ്റ്റർ ആ സമയത്ത് ഹിറ്റാണ്. പിന്നെ എക്കോസ്പോർട്ട് വന്നു. അപ്പോൾ അന്നേരം എല്ലാവരും SUV-യിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഈ വെഹിക്കിൾസ് അങ്ങനത്തെ SUV സ്റ്റൈൽ ആൾക്കാർ അട്രാക്ട് ചെയ്യേണ്ടിയിട്ട് ക്രോസ് ഉണ്ടാക്കി. ആ സമയത്ത് അവർ ഏറ്റവും നല്ല മൂവിങ് വെഹിക്കിൾസിൽ ക്രോസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് 2015, 16, 17 ആ സമയത്ത് ഇത് ഭയങ്കര അതിൽ തന്നെ ചില ക്രോസ് ഒക്കെ പാളി പോയിട്ടുണ്ട്. പക്ഷെ ഇത് എന്നൊക്കെ ഹിറ്റാണ്. ഈ സെഗ്മെന്റ് ഒക്കെ ഹിറ്റാണെന്നും. ഓക്കെ. അപ്പോൾ കേരള 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ തന്നെ. ഇത് ഫുൾ ഓപ്ഷൻ അല്ല? ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ SX ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ അലോയ്സിൽ മാറ്റം വരും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഏതാ മോഡൽ? ഏതാ? 2016 മോഡലാണ്. 16 അല്ല? ഓക്കെ. ഓട്ടം 80,000 പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ. 80,000 ഇതിൽ തന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുവേ. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഡിഫോഗർ, വൈപ്പർ ഇല്ല. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല. ഡിൽട്ടൺ ആക്കിയതാണ്. RC ചെയ്തില്ല. ഓക്കെ. അപ്പോൾ 16 മോഡൽ പെട്രോൾ. എത്ര ചോദ്യത്തിൻ്റെ? ഞാൻ ചോദിക്കുന്നത് 3,95,000. 3,95,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഒരു I20 നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്യേണ്ട. കാരണം ഇതെന്ന് വെച്ചാൽ അന്നൊരു മാർക്കറ്റ് വേറെയാണ്. ഓക്കെ.
അപ്പോൾ 390 നിങ്ങൾക്ക് ഫൈനൽ റേറ്റിൽ 95 സോറി. ലോൺ എത്ര കിട്ടും? ഒരു 3.5 ഫുൾ ലോൺ കിട്ടും. ഓക്കെ, ഈ സെഗ്മെന്റ് ഒക്കെ കിട്ടില്ല ഫുൾ ലോൺ? ഇത് അതിനേക്കാളും പഴയ ഐറ്റനേക്കാളും വില കൂടിയ വണ്ടിയാണ്. അതാ. ഓക്കെ. ഇത് SX വരും, മറ്റേ ക്രെറ്റൻ്റെ ഒക്കെ വരുന്ന വെന്യൂ ക്രെറ്റൻ. ഇതിൽ മാഗ്ന ഇറ ആണെന്നില്ല. കുറച്ച് സീറ്റ് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലാണ്, വണ്ടി ഓടിക്കാൻ കുറച്ചും കൂടെ സുഖമാണ്. വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. 395 ഫുൾ 16 മോഡല് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വണ്ടി. ഓക്കെ, അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് A-Star ആണ്. KL 52 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡല് A-Star, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, LXI ആണ്. ഓക്കെ, പുതിയ പേപ്പർ എടുത്തതാണ്. നമ്മൾ ചോദിക്കുന്നില്ല 1.48. 5 വർഷത്തേക്കുള്ള പുതിയ എല്ലാ പേപ്പറും ഉണ്ട്. 1,48,000 രൂപ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 96,000 കിലോമീറ്റർ ഓടി. 4 ടയർ പുതിയതാണ്. അലോയ് അഡീഷണലി ചെയ്തതാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല വണ്ടിയിൽ? ചെയ്യാനില്ല. ജസ്റ്റ് ഹെഡ്ലൈറ്റ് വേണമെന്ന് പോളിഷ് ചെയ്തെടുക്കാം. ക്ലിയർ ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. മിററിന്റെ മുകളിൽ മറ്റേ വൈപ്പറിന്റെ ഒരു സ്ക്രാച്ച് ഉണ്ട്. കംപ്ലൈൻസ് പറയാനൊന്നുമില്ല. ഓക്കെ, 48,000 ചെറിയ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടി 1.48 കൊണ്ടുപോകാം. ഓക്കെ, ഒരു അടിപൊളി A-Star. ലോണ് ചാൻസ് ഇല്ല, പഴയ വണ്ടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. KL 13 വണ്ടി തന്നെ, കണ്ണൂർ വണ്ടി തന്നെയാണ്. ഏതാ മോഡലൊക്കെ? ഇത് 2014 ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. പക്ഷെ 14 പുഷ് ബട്ടൺ ഉണ്ട് തോന്നുന്നു. പുഷ് ബട്ടൺ വരുന്നുണ്ട്. വർക്കിംഗ് അല്ല എല്ലാം? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടി. എത്ര? 80,000. 80,000 ഓടിയിട്ടുണ്ട്. 14 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ വണ്ടിയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ല. ഓക്കെ, ഈ മോഡൽ എടുക്കുന്ന മോഡലിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ സ്പോർട്സിൽ നിങ്ങൾക്ക് പുഷ് ബട്ടൺ കിട്ടുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ്. പിന്നെ അതിന് ശേഷം സമയത്ത് മാത്രം പിന്നെ ഇറങ്ങിയിട്ടില്ല സ്പോർട്സിൽ പുഷ് ബട്ടൺ. അപ്പോൾ ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര ഇത് നമ്മൾ ചോദിക്കുന്നത്? 2,70,000 രൂപ ഫൈനൽ. 2,70,000 2014 80,000 കിലോമീറ്റർ ഓടിയ സ്പോർട്സ് ഓപ്ഷൻ പുഷ് ബട്ടൺ വരുന്ന ഈ ഒരു ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2 lakh അപ്പോൾ ലോൺ കിട്ടും? കിട്ടും, ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ, വേറെ ഒരു വർക്കും ഇല്ലാത്ത വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഇപ്പോഴുള്ള ഒരു വണ്ടിയാണ്. സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഷെവർലെ യുവയാണ്. KL 39 രജിസ്ട്രേഷൻ. കമ്പനി എല്ലാം പോയല്ലോ, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ യുവ പെട്രോൾ. ഇത് പെട്രോൾ ഏതാ മോഡല്? ഇത് 2008 മോഡല്. 28 വരെ പേപ്പറിലെ വണ്ടി. പേപ്പറുണ്ട്. ഓക്കെ, ഇത് LT ആണ് വേരിയന്റ്. 4 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. പിന്നെ എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി ബോഡി ക്വാളിറ്റി കുറവാണ്. ആവറേജ് ക്വാളിറ്റി കിട്ടാണ്. ബോഡി ക്വാളിറ്റി ആവറേജ് ആണ്. ഓക്കെ, ഒന്ന് ലെവലാക്കാറിട്ടല്ലേ മൊത്തത്തിൽ? അങ്ങനെ ലെവലാക്കാണ്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ 2028 ഒരു സ്ക്രാപ്പ് പോലെ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനത് പറയുന്നതാണ്. പുതിയ സ്ക്രാപ്പേജ് പോളിസി വന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രാപ്പ് വെഹിക്കിൾസ് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വണ്ടി എക്സ്പയർ ആയ വെഹിക്കിൾസ് ആണെങ്കിലും ഫൈൻ അങ്ങനത്തെ ഒക്കെ ഉള്ളതാണെങ്കിലും അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രാപ്പ് റേറ്റിൽ എടുത്തിട്ട് RC ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി സ്ക്രാപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒഴിവാക്കാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇപ്പോൾ റിന്യൂവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 വർഷം അപ്പോൾ ആദ്യത്തെ റിന്യൂവലിന് നമുക്ക് റിന്യൂവൽ ചാർജ് 2,000 രൂപ 2,500 രൂപയാണ്. ടാക്സ് എടുക്കാനുണ്ടാവും. അപ്പോൾ അത് ഓരോ വെഹിക്കിളിനെ പോലെയാണ്. പക്ഷേ രണ്ടാമത്തെ റിന്യൂവൽ ഒരു റിന്യൂവൽ ചാർജ് തന്നെ 11-12 രൂപ കോസ്റ്റ് വരും. അതിനും ടാക്സ് അടക്കണം. അപ്പോൾ ചില വണ്ടികൾക്ക് അതിനേക്കാളും കുറവായിരിക്കും വാല്യൂ ഉണ്ടാവുക. 10-25 രൂപ വരുമ്പോൾ സ്ക്രാപ്പ് ആക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് ടാക്സ് ഒന്നും അടക്കാണ്ട് ഇപ്പോൾ എക്സ്പയർ ആയ വണ്ടിയാണെങ്കിലും നമ്മളിപ്പോൾ എടുത്തിട്ട് RC ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതിനും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതെ, രണ്ട് ഉപകാരമുണ്ട് അല്ലേ? യൂസുകാർ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രാപ്പ് ആക്കേണ്ട വണ്ടി ഏൽപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 2008 മോഡൽ 28 വരെ പേപ്പറുള്ള വണ്ടിയാണ് അല്ലേ? ഷെവർലെ യുവ LT ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ മേജർ ആയിട്ടുള്ള പരിക്കോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നിലവിൽ എടുത്തു കഴിഞ്ഞാൽ 28 വരെ ഓടൂലേ? 28 ഓടും, ഒരു കുഴപ്പമില്ല. 28 കഴിഞ്ഞാലും ഓടും. പിന്നെ നേരത്തെ പറഞ്ഞിട്ട് തന്നെ നഷ്ടമായിരിക്കും റിന്യൂവൽ ചെയ്യുമ്പോൾ അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്ര തന്നെ? ഇത് 38 രൂപ ഫൈനൽ. 38,000 ഒരു നിങ്ങളിപ്പോൾ ഒരു 800 നോക്കാൻ പോകുകയാണെങ്കിൽ വെയിറ്റ് വാല്യൂ എന്തായാലും 10 രൂപ അടുപ്പിച്ചിട്ടുണ്ടാവും. വെയിറ്റ് വാല്യൂ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതും കിട്ടും. ഓക്കെ, ലോസ് വരുന്നുള്ളൂ. അത്രയും കാലം ഓടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, നഷ്ടം. ഓക്കെ, അപ്പോൾ 38,000 രൂപയ്ക്ക് യുവ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നല്ലൊരു സെഡാൻ കാറ്റഗറിയാണ്. സിയാസ് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ ഇത്. ഓക്കെ, ഏതാ മോഡല്?
2015 മോഡൽ. 15 ZXi പ്ലസ് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, മാനുവലാണ്. അതെ. ഒരു 12-15 മൈലേജ് ഉണ്ടാവും. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടോ 80,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സർവീസ് ഉണ്ടോ വണ്ടി? സർവീസിലാണ്. പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ്. 1 lakh ഓടിയിട്ട് പോലുമില്ല, 80,000 ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമും ഇല്ല. പെട്രോൾ വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഇപ്പോൾ പർച്ചേസ് ഇന്നലെ ആക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വണ്ടി ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടീഷനിലാണുള്ളത്. ഇങ്ങനെ ആയിരിക്കില്ല കസ്റ്റമർ വരുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഫുള്ള് ക്ലിയർ ചെയ്ത് തരും, നല്ല അടിപൊളിയാക്കി തരും വണ്ടി എന്തായാലും. അപ്പോൾ എത്രയാ ചോദ്യം? എത്രയാ? ഇത് 4,40,000. 4,40,000 2015 ZXi പ്ലസ് 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഈ ഒരു പെട്രോൾ മാനുവൽ സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ചെയ്യാൻ പറ്റും. ലോണിന് 4 ലക്ഷം രൂപ ഷുവർ ഷോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അതെ. പിന്നെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ. അതിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അല്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് റോ കണ്ടീഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് തരുള്ളൂ. അടുത്തതാ നല്ലൊരു റെഡ് ബലേനോ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെ വിജിലക്കാരാണ്? ഇത് 2017 ബലേനോ സീറ്റ, സിംഗിൾ ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ വണ്ടി. 65,000 17. അതെ, കുറഞ്ഞ ഓട്ടം തന്നെയാണ്. അതെ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു. കാണിച്ച വണ്ടി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റീപ്ലേസ്മെന്റ്? ഉണ്ട്, 2 ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ഡോർ മാത്രം മാറിയത്? ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ, ഗ്ലാസ് മാറിയിട്ടില്ല. ഗ്ലാസ്, ഫെൻഡർ അല്ലെങ്കിൽ മിറർ ഒന്നും മാറിയിട്ടില്ല. പില്ലർ സ്ട്രക്ചർ ഡാമേജ്, പേസിംഗ് ഒട്ടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. 2 ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുത്തി വരഞ്ഞിട്ട് മാറിയതായിരിക്കും 2 ഡോർ. ഇൻഷുറൻസിൽ അന്ന് ക്ലെയിം ചെയ്താൽ പിന്നെ മാറ്റം തന്നെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, സൈഡിൽ നിന്ന് ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഗ്ലാസ് എന്തായാലും പൊട്ടി. ആക്സിഡന്റ് അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരണുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ്. അപ്പോൾ 65,000 മാത്രം ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സീറ്റ ബലേനോ. പുഷ് ബട്ടണും അലോയ് വീൽസും എല്ലാം വരും. ആൽഫയിലേക്ക് പോകുമ്പോൾ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല, ആ ഒരു മാറ്റമേ ഉള്ളൂ കാര്യമായിട്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? അതെ, ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോണും കിട്ടും. എത്ര ചോദ്യം? എത്ര? 4,75. 4,45 ലക്ഷം. 4,75,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ 17-65,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ്, 2 ഡോർ മാത്രം മാറി ഈ ഒരു ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റ്. ഇത്രയും വലിയൊരു വണ്ടി ഈ വിലക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ, വേറെ ഒരു വർക്കുമില്ലേ? ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഞാൻ 1 year വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. യുവ മറ്റേ SR ഒഴികെ ബാക്കി എല്ലാത്തിനും 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാ അടുത്ത ചുവന്ന വണ്ടി വന്നു. നിസാൻ മൈക്രയാണ്, KL 13 കണ്ണൂർ തന്നെ. അധികം കണ്ണൂർ വണ്ടി തന്നെ അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2014 മൈക്ര XV പ്രീമിയം CVT ആണ്. ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് CVT വാഹനമാണ്. CVT ഗിയർ ബോക്സ് വരിക. കൊടുക്കുന്ന പവർ ഗിയറിൽ അതേപോലെ കിട്ടുന്നൊരു ഗിയർ ബോക്സ് തന്നെയാണ്. വലിയ ലാഗൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് വെഹിക്കിളാണ്. അതെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 80,000 ഓടി. 80,000. 14 മോഡലാണ്. പിന്നെ ഇതിൽ തന്നെ പുഷ് ബട്ടണും എല്ലാം ടോപ്പ് ആൻഡാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന മൈക്രാന്റെ ലുക്ക് തന്നെയാണ് ഏറ്റവും അട്രാക്ഷൻ മൈക്രാന്റെ. ഓക്കെ, ഇത് മൈക്ര 2 മൈക്ര ഉണ്ട്. മൈക്ര ആക്റ്റീവ് ഉണ്ട്. ആക്റ്റീവ് ഇതിനേക്കാളും വളരെ വില കുറഞ്ഞ മോഡലാണ്. ഇത് ആക്റ്റീവ് എന്ന് വെച്ചാൽ ഷേപ്പേ മാറും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പ് അല്ല. റൗണ്ട് ലൈറ്റ് ഇതൊക്കെ വന്നിട്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. മൈക്ര ആക്റ്റീവ്, ചില ആൾക്കാർ മൈക്രേന്റെ വിലക്ക് മൈക്ര ആക്റ്റീവ് വില വയ്ക്കും. ആക്റ്റീവിന് മാർക്കറ്റ് നല്ല രീതിയിൽ കുറവാണ്. നല്ല മാറ്റമുണ്ട് മൈക്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, വർക്ക് പെൻഡിങ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഗ്ലൗ ബോക്സ് പൊട്ടിയിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. മാറ്റി കൊടുക്കാം അല്ലേ? അതിൻ്റെ ഗ്ലൗ ബോക്സിന് മാറ്റി കൊടുക്കാം. 80,000 അല്ലേ പറഞ്ഞ ഓട്ടോ? 80,000. CVT ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 11-13 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. എത്ര ചോദ്യം? ഇത് 3,25,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,4 ലക്ഷത്തിന് 2014 CVT ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ മൈക്ര പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിൽ അല്ലേ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണിത്. റിനോ ക്വിഡ് ആണ്, KL 14 കാസർഗോഡ് വാഹനം. ഇത് മാത്രമല്ല വേറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇത് എടുത്ത് കാണിച്ചു തന്നുള്ളൂ അല്ലേ? ഓക്കെ, വേറെയും ക്വിഡുകളുണ്ട്. അതാ പറഞ്ഞത്. ഓക്കെ, അപ്പുറം ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ആസ്പയർ ഉണ്ട്. ഫിഗോ ആണല്ലേ? ഓക്കെ, ഫിഗോ ആണ്. വേറെ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ക്വിഡ് RXL ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ 1 ലിറ്റർ അല്ല, 1000 cc. 800 ഉണ്ട്, 1000 ഉണ്ട്. രണ്ടിനും 2 മാർക്കറ്റാണ് കേട്ടോ. ഇത് 1000 cc ആണ്. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഓടിക്കാന്ന് വെച്ചാൽ വലിയൊരു പവർ ലാഗ് ഉണ്ടാവില്ല, മറ്റേ പോലെ അത്ര പവർ ലാഗ് ഉണ്ടാവില്ല. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓട്ടോ 29,000. ഓ, വളരെ കുറഞ്ഞ ഓട്ടേ പോയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പീരിയോഡിക് സർവീസ് പ്രോപ്പറാണ്. എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? ഇത് ലാസ്റ്റ് ഫൈനൽ 2,50 കൊടുക്കാം.
2,17,000 മോഡൽ 48 കൊടുക്കാം ഫൈനൽ. ഓക്കെ 2,48 17 മോഡൽ 18 രജിസ്ട്രേഷൻ RXL 29,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ക്വിഡാണ്, മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചെയ്യാൻ കിട്ടും ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. മാർവൽ മോട്ടോഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. നമ്മൾ MG കാണിച്ചില്ല വിജിലെ, MG അത് ബുക്കിങ്ങിലാണ്. ജസ്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തേ, ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്കിംഗ് മാറണമെങ്കിൽ എന്തെങ്കിലും ഇതാക്കാനോ. ഏതാ മോഡൽ വരുന്നത്? അത് ഷാർപ്പാണ്. ഷാർപ്പ് 2019 ഷാർപ്പ് MG ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് അല്ലേ? അല്ല, മാനുവൽ ഡീസൽ മാനുവൽ MG ഉണ്ട് 2019. അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ പറയുന്നു, ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. വൈദ്യുതി സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വേറെയും വെഹിക്കിൾസ് ഉണ്ട്, പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കാറ്റലോഗിൽ കിട്ടും അല്ലേ? ഓക്കെ, ബൈ.